Good morning to all. Good morning, Miss. Good morning, ma'am. Good morning. Start ചെയ്യാട്ടോ. Prayer ഞാൻ പറയാം മിസ്സേ. പാടേണ്ടതാ, പക്ഷെ ഞാൻ പറയാം. കൈതൊഴാം ദൈവമേ, കരുണ ചെയ്യുക നീ രൂപനെ, പരമാണുവിലും പ്രാണബിന്ദുവായി പരിലസിക്കും നിൻ പ്രകാശമേ, കൈകോർത്ത് യോജിച്ചു മുന്നോട്ടു പോകുവാൻ കാരുണ്യവാനെ സൽബുദ്ധിയേകൂ. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. Good morning, ma'am. Good morning, my dear friends. Thought of the day I will tell. Just one small positive thought in the morning can change your whole day. Thank you. ഇന്ന് ക്ലാസ് എടുക്കാൻ അശ്വതി മിസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാൻ സ്റ്റുഡൻസിനെ. Okay. Yeah. Class start ചെയ്യാം. സുഖമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ടെൻഷനാണ്? ഇത് ടെൻഷനാണല്ലോ അല്ലെ? ഒന്നും പറയണ്ട മിസ്സേ, മൊത്തം പ്രശ്ന. ഇന്നലെ മിസ് ക്ലാസ്സിൽ ഉണ്ടാവും വിചാരിച്ചിട്ട് എല്ലാരും പ്രിപ്പയർ ചെയ്ത് മൊഞ്ചായി, ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കൺവെൻഷൻ എല്ലാം ഇട്ടിട്ട് മൊഞ്ചായിട്ട് വന്നേന്നു. അപ്പൊ മിസ്സല്ല. ഇന്ന് നോക്കുമ്പോ ഇന്നലെ മിസ്സായോണ്ട് ഇന്നത്തെ കാര്യമെല്ലാം മാറ്റി വെച്ച ആൾക്കാരെല്ലാം ഇന്നെല്ലാം ഡ്യൂട്ടിക്കെല്ലാം പോയി. നമ്മളിന്ന് വെറുതെ ഇരിക്കല്ലോ എപ്പോഴും, അതുകൊണ്ട് നമ്മളിപ്പോഴും ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ ജിഷംസ് ലീവ് ആയിരുന്നു വിചാരിച്ചു. മിസ് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് അടുത്ത മൺഡേ ആയിരുന്നു ലീവ്. പക്ഷെ ഞാൻ ഈ മൺഡേ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ജിഷംസിനോട് ബെർണാഡ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ പറ്റുവാണെങ്കിൽ പറയുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മിസ് പറഞ്ഞായിരുന്നു, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്തെങ്കിലും ടീച്ചേഴ്സ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ടീച്ചർ വരലേന്ന് പറഞ്ഞു. പഠിച്ചൊരു കാര്യം ഇപ്പോഴും അതുപോലെ തന്നെ മിസ്, അതില് മാറ്റമൊന്നുമില്ല. അതെനിക്ക് മനസ്സിലായതല്ലേ. ഇംഗ്ലീഷ് ടീച്ചർ വേണം, ഇത് വേറെ വേണ്ട എന്ന് പറഞ്ഞത് വിചാരിച്ചു. ഇപ്പോഴും അതെ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടോ. മിസ് ചാപ്റ്റർ എടുത്ത് വെച്ചു. ആൻസിക്ക് ഇപ്പൊ റേഞ്ചിന് ഒരു ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. ഞാൻ വേറെ എന്ത് പറഞ്ഞാലും നിങ്ങൾ ക്ലാസ് എടുക്കുന്ന കാര്യം ഞാൻ മറക്കില്ല. ഇന്ന് ഇഷ്യൂ ഉണ്ടോ മിസ്? ഇന്ന് ഞാൻ വീട്ടിലല്ല. അതുകൊണ്ട് ക്ലിയർ ആയിരുന്നു ഞാൻ വിചാരിച്ചു കേട്ടോ. ഇന്ന് വീട്ടിലല്ല, എന്റെ അനിയത്തിയുടെ വീട്ടിലാണ്. അതാണ്. ആൻസി സംസാരിക്കുമ്പോ ഞാനും വിചാരിച്ചു ഇന്ന് നല്ല ക്ലിയർ ഉണ്ടല്ലോ, ഇനി അവിടെ തന്നെ നിന്ന് ആൻസി പോണ്ട. അപ്പോ റെഡിയാണോ എല്ലാവരും? ടെൻഷൻ അടിക്കണം കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറയാം, ടെൻഷൻ അടിക്കണം. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ആരും വെറുതെ ടെൻഷൻ അടിച്ച് എന്ത് കാര്യമുണ്ട്? നമ്മൾ എന്തൊരു കാര്യം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഇത്രയും നാളെ വളർന്ന് ഇത്രയും വലുതായെങ്കിൽ നമ്മളെല്ലാം മറിഞ്ഞിട്ടാണ്. അല്ലല്ലോ, ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ആദ്യമായിട്ട് തന്നെയാണ്. അത് ചെയ്ത് എക്സ്പീരിയൻസ് ആയവരാണ് എല്ലാവരും. ആരായിക്കോട്ടെ, മീൻസ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരും ഫസ്റ്റ് ആദ്യമാണ് ചെയ്യുന്നതായിരിക്കും അല്ലെ? എന്ത് കാര്യം അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണല്ലോ. അത് വെറുതെ ടെൻഷൻ ഒരു കാര്യമില്ല. ഇന്ന് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് വളരെ മോശമാണെങ്കിൽ അത് അയ്യോ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇന്ന് ക്ലാസ് എടുക്കുന്നത് മോശമാണെങ്കിൽ നാളെ നിങ്ങൾ കുറച്ച് ഓക്കെ, അതവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യരുത്. ഇതൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ചെയ്ത് മാത്രമാണ് പെർഫെക്റ്റ് ആവുക. അപ്പോഴും പെർഫെക്റ്റ് അല്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. ഓക്കെ, എല്ലാവർക്കും അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളും എല്ലാത്തിനും. അതുകൊണ്ട് പെർഫെക്റ്റ് ആകണം എന്ന് ചിന്തിക്കേണ്ട. ഒരിക്കലും ആരും പെർഫെക്റ്റ് ആകില്ല. സോ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇന്ന് എങ്ങനെയാണോ എനിക്കറിയില്ല. പക്ഷെ അത് ഡ്രോപ്പ് ചെയ്യും. എങ്ങാനും അത് ഫ്ലോപ്പ് ആണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു വിശ്വാസം കളയാൻ പാടില്ല. ഓക്കെ, എന്നെ കൊണ്ട് പറ്റും.
എന്ന് മാത്രം ചിന്തിക്കുക. ബിലീവ് ഇൻ യുവർസെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക, എനിക്കത് പറ്റുമെന്ന് ചിന്തിക്കുക. ഓക്കെ, നാളെയും നിങ്ങൾ ഇംപ്രൂവ് ആവും. ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കും. ആ ചെയ്യണം പറ്റില്ല എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ആ ഒരു വാശി നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കുന്ന മിസ്റ്റേക്ക് ആയിക്കോട്ടെ, തെറ്റായിക്കോട്ടെ, എങ്ങനെയാണല്ലോ ഫസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ വരും. ഓക്കെ, സോ ഇനി നമ്മളിത് ക്ലാസ് ഞാൻ പറയുമ്പോഴും ഓക്കെ ഞാൻ എടുക്കാൻ മിസ്റ്റേക്ക് പറ്റും അങ്ങനെ വിശ്വാസത്തോടെ എടുക്കാം, ഇംപ്രൂവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഞാൻ ഫസ്റ്റിന്റെ ക്ലാസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ടെൻഷൻ അടിച്ചു, ഒരുപാട് ടെൻഷൻ അടിച്ചു. ആ ടെൻഷൻ അടിച്ചാൽ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് നമ്മള് പെർഫോം ചെയ്യാൻ പ്ലാൻ ചെയ്ത് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ ടെൻഷൻ കാരണം. നമ്മള് ഒരുപാട് വേണ്ടാത്ത ചിന്തകളൊക്കെ ആയിരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട, നമ്മൾ നമ്മുടെ കാര്യം മാത്രം ആലോചിക്കുക, വേറെ ആരെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അവരെന്ത് വിചാരിക്കും, എന്ത് വിചാരിക്കും, അത് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. മണ്ടത്തരാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ ചാൻസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മറ്റുള്ളവർ വിചാരിക്കുമെന്ന് ചിന്തിച്ചിരുന്നാല് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so don't bother about anything, anyone. So be cool and relaxed. Yeah. Okay, clear? Okay ആണോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്താണ് പ്ലാൻ? എന്താണ് എനിക്ക് അറിയില്ലല്ലോ. അറിയും പ്ലാൻ പറയും. എങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എനിക്ക് അറിയാവുന്നത് പറയാം. മാം വീഡിയോ ഒക്കെ ഓൺ ആക്കണോ? Must change your camera. അപ്പൊ അയക്കാൻ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പ്രിപ്പയർ ആയിരിക്കാം, ചെയ്യാം. ഓക്കെ, ഓക്കെ, I will do, ma'am. സ്റ്റാർട്ട് കേട്ടോ. Hi all, good morning, my dear friends. ഗുഡ് മോർണിംഗ്. സ്പീഡിലൊന്നും ക്ലാസ് എടുക്കണ്ട, സ്ലോ എടുക്കുക, റിലാക്സ് ചെയ്തെടുക്കുക. ഓക്കെ, Okay, okay, ma'am. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന adverb-നെ കുറിച്ചാണ്. എന്താണ് adverb? It is a word that modifies a verb. Modify എന്ന് വെച്ചാൽ എന്താണ്? Modify എന്ന് വെച്ചാൽ it adds or change the meaning of the verb. അപ്പൊ ഇത് 4 types ഉണ്ട്. അത് how the action performed, അല്ലെങ്കിൽ where the action performed, when the action performed, or how often action performed. ഈ 4 ടൈപ്പ് ഉണ്ട്. നമുക്ക് ഈ adverb-നെ നമുക്ക് 4 ടൈപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ the alarm rang loudly. ഇതിൽ verb ഏതാണ്? The alarm rang loudly. ഇതിൽ verb ആണ് rang. ഈ റാങ്ങിനെ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡ് ആണ് ലൗഡ്ലി. അപ്പൊ ദ അലാം റാങ് ലൗഡ്ലി. ലൗഡ്ലി എന്ന് പറയുന്നത് റാങ്ങിന് അത് എത്ര ഉറക്കെയാണ് അലാം അടിച്ചത് എന്നാണ്. അപ്പം റാങ്ങിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ് ആണ് ലൗഡ്ലി. അപ്പൊ ലൗഡ്ലി ഈസ് ദ വേർഡ് adverb. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹരി റാൻ ക്വിക്ലി. സോ ഇവിടെ വേർബ് ഏതായിരിക്കും? റാൻ അല്ലേ? ഇപ്പൊ ഹരി റാൻ ക്വിക്ലി. ആ റാൻ എന്ന് പറഞ്ഞ വേർബിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡ് ആണ് ക്വിക്ലി. സോ ഹരി റാൻ ക്വിക്ലി. ക്വിക്ലി ആണ് ഇവിടെ ആ വേർഡ് ആണ് ഇവിടെ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോറി. അപ്പൊ 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആഡ്വേർബ്. അപ്പൊ ഹൗ ആക്ഷൻ പെർഫോംഡ്. അപ്പൊ ഈ വേർബിന്റെ ആക്ഷൻ എങ്ങനെയാണ്
എന്നിട്ട് ആ വേർബ് ആ ആക്ഷന് ബേസിസ് ആയിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. അപ്പം അതിലെ ഒരു എക്സാമ്പിൾ ആണ് ഹരി റാൻ ക്വിക്ലി. എങ്ങനെയാണ് ഹരി ഓടിയത്? അപ്പൊ ഹരി ഓടിയത് ക്വിക്ലി ആണ്. റാനിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ക്വിക്ലി. അപ്പൊ ഹൗ ഓഫൺ ആക്ഷൻ പെർഫോംഡ് അതിന്റെ എക്സാമ്പിൾ ആണ് ഹരി റാൻ ക്വിക്ലി. ആ ക്വിക്ലി ആണ് ഇവിടെ ആഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബിക്കോസ് ഇറ്റ് ഡിസ്ക്രൈബ് ദ ആക്ഷൻ പെർഫോംഡ്. ഇനി വേറൊരു അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞത് വേർ ദ ആക്ഷൻ പെർഫോംഡ്, എവിടെയാണ് ഈ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പുട്ട് ദ കേക്ക് ദേർ. ഇവിടെ കേക്ക് അല്ല പുട്ട് അല്ല വേർബ്. അപ്പൊ പുട്ട് ദ കേക്ക് ദേർ, എവിടെയാണ് കേക്ക് വെച്ചത്? അപ്പൊ എവിടെ വേർ ആ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എവിടെയാണ് കേക്ക് വെച്ചത്? ദേർ ആണ്. അപ്പൊ ഹിയർ ദ പ്ലേസ് ഈസ് മെൻഷൻ, സോ ദ ആഡ്വർബ് ഈസ് ദേർ. ഇനി വേറെ നമുക്ക് വേറിനെ കുറിച്ച് വേറെ ഒന്നുകൂടെ എക്സാമ്പിൾ പറയാമോ? ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാമോ? പുട്ട് ദ കേക്ക് ദേർ. പുട്ട് ദ കേക്ക് ദേർ, കേക്ക് അവിടെ വെച്ചു. അപ്പൊ എവിടെയാണ് വെച്ചത്? എവിടെ? വേർ ദ ആക്ഷൻ പെർഫോംഡ്. ആ വേർന്നുള്ളതിന്റെ വേർന്നുള്ള നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ വേർ ദ പുട്ട് കേക്ക്, വേർ ദ കേക്ക് പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് ദേർ എന്നാണല്ലോ. അപ്പൊ ആ ദേർ ആണ് അവിടെ ആഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹിയർ ദ പ്ലേസ് ഈസ് മെൻഷൻ, സോ ദ ആഡ്വർബ് ഈസ് ദേർ. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ലുക്ഡ് എവരിവെയർ ഫോർ മൈ ബുക്ക്. ഞാൻ എന്റെ ബുക്ക് എല്ലാവിടെയും നോക്കി. അപ്പൊ എവിടെയാണ് നോക്കിയത്? എവിടെ? സോ വേർ ഐ ലുക്ഡ് ഫോർ മൈ ബുക്ക്, എവരിവെയർ. സോ എവരിവെയർ ഈസ് ദ ആഡ്വർബ്. സോ വേർബിന്റെ ആക്ഷൻ അനുസരിച്ചാണ് അത് തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് വെൻ എവിടെ എപ്പോഴാണ് ആക്ഷൻ ടേക്ക് പ്ലേസ്, അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കീർത്തി വെൻ ടു ജിം ടുഡേ. ജിമ്മില് കീർത്തി എപ്പോഴാണ് ജിമ്മിൽ പോയത്? അതില് എപ്പോൾ, വെൻ ദ ആക്ഷൻ പെർഫോംഡ്. അപ്പൊ വെന് എവിടെയാണ്? അതിന്റെ ആൻസർ എന്തായിരിക്കും? കീർത്തി വെൻ ടു ജിം. വെൻ കീർത്തി വെൻ ടു ജിം ടുഡേ. അപ്പൊ ടുഡേ ഈസ് ദ ആഡ്വർബ്. അപ്പൊ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ആ ആക്ഷന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ്വർബ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ടുഡേ ഈസ് ദ ആഡ്വർബ്. അടുത്തത് പറഞ്ഞു ദേ ഗോ ഔട്ട് ടു ഡിന്നർ വീക്ക്ലി. ദേ ഗോ ഔട്ട് ടു ഡിന്നർ വീക്ക്ലി. ഇത് നമ്മൾ പറയുന്നത് ഹൗ ഓഫൺ. ഹൗ ഓഫൺ എപ്പോഴൊക്കെയാണ്. ഹൗ ഓഫൺ അതിന്റെ മലയാളം പറയുന്നത് ഹൗ ഓഫൺ, എപ്പോഴൊക്കെയാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ അവര് ഡിന്നറിന് പോയിക്കൊണ്ടിരിക്കുന്നത്? എപ്പോഴും ഡിന്നറിന് പോയത് എപ്പോഴൊക്കെയാണ്? അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് എന്തോ? വീക്ക്ലി. ഹിയർ ദേ ഗോ ഔട്ട് ടു ഡിന്നർ വീക്ക്ലി. സോ വീക്ക്ലി ഈസ് ദ ആഡ്വർബ്. ഇനി ആഡ്വർബ് ഓഫ് ടൈം. സംടൈംസ് ഹി പ്ലേ ക്രിക്കറ്റ്. അപ്പൊ ഹൗ ഓഫൺ, സംടൈംസ് ഹി പ്ലേ ക്രിക്കറ്റ്, എപ്പോഴൊക്കെയാണ് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്? ഹിയർ ഹൗ ഓഫൺ ഓർ ഹൗ ഫ്രീക്വൻസി, എപ്പോഴൊക്കെ എപ്പോഴൊക്കെയാണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്? അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് സംടൈംസ്. ഹി പ്ലേസ് ക്രിക്കറ്റ് സംടൈംസ്. സോ ഇവിടെ ആഡ്വർബ് വരുന്നത്, അതിന്റെ ആൻസർ വരുന്നത് സംടൈംസ് ആണ്. വേറെ എക്സാമ്പിൾ റിതേഷ് അല്ലെങ്കിൽ രാജേഷ് നെവർ സ്മോക്സ്. സോ രാജേഷ് ഹിയർ ടെൽ us ദ ഫ്രീക്വൻസി, എപ്പോഴൊക്കെയാണ് എന്ന് വെച്ചാൽ ആ സ്മോക്കിങ്ങിന്റെ ഫ്രീക്വൻസിയാണ് എന്ന് വെച്ചാൽ ആള് വലിക്കുന്നുണ്ട്, എപ്പോഴൊക്കെ വലിക്കുന്നു, അതിന്റെ എത്ര ടൈം എന്ന് വെച്ചാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര ടൈം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് റിതേഷ് നെവർ സ്മോക്സ്. അപ്പൊ ഇവിടെ വേർബ് വരുന്നത് സ്മോക്ക് ആണ്, നെവർ ആണ് ഇവിടെ ആഡ്വർബ്. അപ്പൊ ആഡ്വർബ് എനിക്ക് തോന്നുന്നു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. സോ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാ. എന്തോ ടൈപ്പ് ഓഫ് ആഡ്വർബിന്റെ ഒരു പ്രാവശ്യം കൂടി പറയാം. അപ്പൊ ആഡ്വർബ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് മോഡിഫൈസ് എ വേർബ്. ഓക്കെ, ഒരു വേർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഊന്നി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് ആഡ്വർബ്.
അപ്പൊ 4 ടൈപ്പ് ഉണ്ട്. അത് ഹൗ ആക്ഷൻ പെർഫോംഡ്, വേർ ആക്ഷൻ പെർഫോംഡ്, വെൻ ആക്ഷൻ പെർഫോംഡ്, അല്ലെങ്കിൽ ഹൗ ഓഫൺ ഓർ ഫ്രീക്വൻസി ആക്ഷൻ പെർഫോംഡ്. അപ്പൊ ഹൗ വേർ അപ്പൊ അതിന് എക്സാമ്പിൾസ് ഞാൻ പറയാം. അപ്പൊ ആഡ്വെർബ് ആദ്യം ആഡ്വെർബിന്റെ ഒരു എക്സാമ്പിൾ ഇതാണ്. ദ അലാം റാങ് ലൗഡ്ലി. ഇതില് അലാം ഇതിന്റെ വേർബ് ഏതാണ്? റാങ് എന്നാണ്. അപ്പൊ അലാം എങ്ങനെയാണ് അടിച്ചത്? ആ റാങ്കിനെ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ലൗഡ്ലി. സോ ലൗഡ്ലി ഇസ് ദ ആഡ്വെർബ്. പിന്നെ വേറെ എക്സാമ്പിൾ പറഞ്ഞത് ഹരി റാൻ ക്വിക്ലി. സോ ഇവിടെ വേർബ് റാൻ ആണ്. റാനിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ക്വിക്ലി. സോ ക്വിക്ലി ഇസ് ദ ആഡ്വെർബ്. പിന്നെ ആഡ്വെർബ് ഓഫ് വേർ എവിടെ വേർ ദ ആക്ഷൻ പെർഫോംഡ്, അതിനെ ബേസ് ചെയ്തുള്ള എക്സാമ്പിൾ ആണ് പുട്ട് ദ കേക്ക് ദേർ. അപ്പൊ ഇവിടുത്തെ വേർബ് ആണ് പുട്ട്. അപ്പൊ കേക്ക് എവിടെ വെച്ചു? എവിടെ? ദേർ ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ആഡ്വെർബ് ഈസ് ദേർ. പിന്നെ അടുത്ത എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഐ ലുക്ഡ് എവരിവെയർ ഫോർ മൈ ബുക്ക്. ഹിയർ ദ ആഡ്വെർബ് ഈസ് everywhere. Where I looked. So the adverb is everywhere. പിന്നത്തെ ഇതാണ് when the action take place. എപ്പോഴാണ് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഇതാണ് adverb ആണ്. കീർത്തി went to gym today. So കീർത്തി went to gym. today ആണ്. അപ്പൊ today when എപ്പോഴാണ് ജിമ്മിൽ പോയത്? അപ്പോ അതിന്റെ adverb വരുന്നത് today ആണ്. വേറെ എക്സാമ്പിൾ ആണ് they go out to dinner weekly. So here the adverb is weekly. കാരണം എപ്പോഴാണ് അവർ ഡിന്നറിന് പോയത്? പിന്നത്തെ ഇത് വരുന്ന ഹൗ ഓഫൺ ആക്ഷൻ ടേക്ക് പ്ലേസ്. അതിന് എക്സാമ്പിൾ ആണ് സം ടൈംസ് ഹി പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ഇതിലെ ആഡ്വെർബ് വരുന്നത് സം ടൈംസ്. വേറെ എക്സാമ്പിൾ പറഞ്ഞത് രാജേഷ് നെവർ സ്മോക്സ്. സോ സ്മോക്കിന്റെ ഫ്രീക്വൻസി ആണ് നമ്മളിവിടെ ആ വേർഡാണ്. അതെ, എപ്പോഴൊക്കെയാണ് സ്മോക്ക് ചെയ്യുന്നത് അതിന്റെ ഫ്രീക്വൻസിനെ സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നെവർ ആണ് ആഡ്വെർബ് ആയിട്ട് വരുന്നത്. ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുന്ന നമ്മൾ ഒരു സെന്റൻസ് നോക്കിയിട്ട് അതിൽ ഏതാണ് വേർബ് നോക്കുക. ആ വേർബിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വേർബിനെ ഊന്നി പറയുന്ന വേർഡ് ഏതാണെന്ന് നോക്കുക. അപ്പൊ നമുക്കതിൽ മനസ്സിലാവും. ആ ഊന്നി പറയുന്ന വേർഡ് ചിലപ്പോൾ എവിടെ, വെൻ, വേർ, ഹൗ ഓഫൺ, വേർ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊരു സിമ്പിളായിട്ട് അങ്ങനെ നോക്കിയാൽ മതിയേ. പിന്നെ അടുത്തത് ആഡ്വെർബ് ഫ്രേസ്. ആഡ്വെർബ് ഫ്രേസ് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യണം. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? എനിക്കറിയാവുന്ന ഞാൻ പറയുന്നത്. റീജു ഏതാണ് പറയാൻ പറഞ്ഞത്? ഞാന് അതിന്റെ എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞു. അഡ്വേർബിന്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം, എന്നിട്ട് ബാക്കി. ഓക്കെ. അപ്പൊ അഡ്വെർബിന്റെ എക്സാമ്പിൾസ് റീച്ച് പറഞ്ഞോളൂ. അഡ്വെർബിന്റെ എക്സാമ്പിൾസ് ഇമ്മീഡിയറ്റ്ലി. കോൾ മീ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്കൂൾ. അതിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ് അഡ്വെർബ് വരുന്നത്. നമ്മള് അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ റിയർലി, ഷീ റിയർലി ഈറ്റ്സ് നൈസ്ലി, യു ഡെക്കറേറ്റഡ് ദ റൂം നൈസ്ലി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, നിങ്ങൾക്ക് എന്റെ ഇംഗ്ലീഷ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റൂട്ടാ. റീജു, ഈ ഇതൊക്കെ വരുന്ന സെന്റൻസ് ഇത് പറയുന്നില്ലേ, ഈ ഇമ്മീഡിയറ്റ്ലി, റെയർലി, നൈസ്ലി വരുന്ന പറയുന്നില്ലേ, അതൊന്ന് നമുക്ക് എഴുതിയെടുക്കാൻ സ്ലോയിൽ പറയോ?
പിന്നെന്താ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഇമ്മീഡിയറ്റ്ലി. കോൾ മീ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്കൂൾ. കോൾ മീ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്കൂൾ. അതിൽ അഡ്വേർബ് ആണ് ഇമ്മീഡിയറ്റ്ലി. അടുത്തത് റിയർലി. ഷീ റിയർലി ഈറ്റ് സീഡ്സ്. അതില് റിയർലി ആണ് അഡ്വേർബ് വരുന്നത്. RARELY. നൈസ്ലി. യു ഡെക്കറേറ്റഡ് ദ റൂം നൈസ്ലി. NICELY. Strongly. I strongly disagree with this. STRONGLY. Strongly. Seriously. Adverb ആണ് പറയുന്നത്. Seriously. He looks seriously into it. SERIOUSLY. Seriously. Openly. She openly shared her thoughts. Smoothly. The car runs smoothly now. SMOOTHLY. The car runs smoothly now. Perfectly. You did perfectly. PERFECTLY. You did it perfectly. Next, brightly. The stars shine brightly tonight. BRIGHTLY. Brightly. The stars shine brightly tonight. ഞാൻ കേട്ടില്ലായിരുന്നേ. അഡ്വർബിന്റെ എക്സാമ്പിൾസ് ആണോ പറയുന്നേ? അതെ, എക്സാമ്പിൾ. ലെറ്റർ. I'll text your later. Later ആണോ ലെറ്റർ ആണോ? ലേറ്റർ ആയിരിക്കും. Later. Alone. He walks alone at night. He walks alone at night. ALONE. Alone. Luckily. He luckily found a seat. LUCKILY. Luckily. Rarely. We rarely watch TV together. RARELY. Rarely. Almost. The tea is almost cold. ALMOST. Almost. Truly. I truly appreciate your help. TRULY. ഇന്നത്തെ ക്ലാസ്സിലെ അഡ്വർബിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി ലിൻഷി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഞാൻ ആഡ്വർബ് ഫ്രേസ് നോക്കട്ടെ. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല പറഞ്ഞു. എക്സാമ്പിൾ ഇത്ര പോലെ ഇനി വേണ്ടല്ലോ. ആവശ്യം ഉണ്ടെങ്കിൽ പറയാം. അടുത്ത ക്ലാസ്. അതെ, എക്സാമ്പിൾസ് എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതില് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡുകളാണ് എല്ലാം സ്ട്രോങ്ലി, ഓപ്പൺലി, മീൻസ് എല്ലാം റെയർലി, ഡെക്കറേറ്റഡ്, ഓപ്പൺലി, സ്മൂത്ത്ലി, പെർഫെക്റ്റ്ലി, ഇതെല്ലാം വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് വേർഡാണെന്ന് നോക്കുക, അത് ആഡ്വേർബ്. ആഡ്വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഒരു ആഡ്വേർബ് കാണും, ഫ്രേസും കാണും അല്ലേ. അപ്പം അത് എന്തോന്ന് നോക്കാം. അതിനൊരു അപ്പൊ ആഡ്വേർബ് ഫ്രേസിൽ ആഡ്വേർബും കാണും, ഫ്രേസും കാണും.
അപ്പൊ ആഡ്വർബ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ മനസ്സിലായല്ലോ, ഇറ്റ് ഡിസ്ക്രൈബ് ഓർ മോഡിഫൈ ദ വേർബ്. ഫ്രേസ് എന്ന് വെച്ചാൽ ആ ഫ്രേസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ് കാണും, പിന്നെ അതിനൊരു അതിനൊരു മീനിങ് കാണും. ഗ്രൂപ്പ് ഓഫ് വേർഡ് ആയിരിക്കും, ഒരു വേർഡ് ആയിരിക്കില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും അതിൽ. പിന്നെ അത് ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. പിന്നെ അതിൽ ഒരു നോ സബ്ജക്റ്റ് ആൻഡ് നോ വേർബ്. ഒരു ഫ്രേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്, നോ സബ്ജക്റ്റ് ആൻഡ് വേർബ്. പിന്നെ ഇറ്റ് ഹാസ് എ മീനിങ്, ഒരു മീനിങ് കാണും. പിന്നെ ലിൻഷി ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ മാമിനോട് ചോദിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി ഞാൻ ചോദിക്കും. ഇത് എല്ലാവർക്കും മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട്. ലിൻഷി പ്രിപ്പയർ ചെയ്ത് നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടോ? അതെ ഇപ്പൊ പറഞ്ഞതുകൊണ്ട്. അല്ല, ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ആഡ്വർബ് ഫ്രേസ് അല്ല പറഞ്ഞു പെട്ടെന്ന് എടുക്കണ്ട, ഇത് എല്ലാവർക്കും മനസ്സിലായത് മാമിനോട് ചോദിച്ചിട്ട്. എന്താണ് പ്രോബ്ലം? എന്താണ് പറയൂ. അല്ല മാം, മാം ആഡ്വർബ് എല്ലാവർക്കും മനസ്സിലായോ എന്ന് ഇത് ചെയ്തിട്ട് പിന്നെ ആഡ്വർബ് ഫ്രേസിലോട്ട് പോകാം. പറയൂ, ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അവരെന്ത് വിചാരിക്കുന്നു ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ആഡ്വർബ് മനസ്സിലായോ എല്ലാവർക്കും? What is adverb? Clear ആണോ? ഓക്കെ ആണ്? ഷുവർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലായി? ഡൗട്ട്സ് ഒന്നുമില്ല? അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത ആളും പറഞ്ഞോട്ടെ, ഒന്നുകൂടി മനസ്സിലാവില്ല. അതെ, ആഡ്വർബിനെ കുറിച്ച് ഇനി വേറെ ആരെങ്കിലും പറയുക, പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് അറിയാലോ. എന്തോ മാം ഒരു കാര്യം ചോദിക്കട്ടെ. അഡ്ജക്റ്റീവ് ഫ്രേസ് അഡ്ജക്റ്റീവ് പോസകല അതില് വെർബിലും അതിന് എന്താ നൗൺസും പ്രോണൗൺസും വിശദീകരിച്ച് ഇതില് എന്താ വേർബ്സിനെ അതും ആലോചിച്ചാ പോരെ? അങ്ങനെയല്ലേ വരിക? പ്രോണൗൺ പറഞ്ഞെങ്കിൽ ഇവിടെ വെർബിനെ മോഡിഫൈ ചെയ്യാൻ അതാ ചോദിച്ചത്. അത് മനസ്സിലാക്കിയാ മതി അല്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ആഡ്വർബ്സ് അത് എടുത്ത് ചോദിക്കുമോ മിസ്? ഇപ്പൊ 4 ടൈപ്സ് പറഞ്ഞില്ലേ, അതെടുത്ത് ചോദിക്കും, അങ്ങനെ ചോദിക്കാറുണ്ടോ? മാനേഴ്സ് അല്ലേ, മാനേഴ്സ് ആണ് ടൈം, ഫ്രീക്വൻസി ഇതൊക്കെ വരുന്നത്. പഠിച്ചു വെക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മുടെ എക്സാമിനേഷൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് അത്രയും ഞങ്ങൾ കുഴപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ ആസ് എ ടീച്ചർ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, പഠിച്ചു വെക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ ആവശ്യം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, തലത്തേക്ക് നമ്മൾ ആഡ്വർബ് മാത്രം പറയുന്നുള്ളൂ ക്ലാസ്സിൽ. മാനേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ആഡ്വർബ് മാനേഴ്സ് ആണ്. ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ, തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ അത് പറഞ്ഞ് നോട്ട്സ് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് വല്ല ഐഡിയ കിട്ടിയോ? മാനേഴ്സ് എന്തൊക്കെയാണെന്ന് ലിൻഷി പറഞ്ഞു. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ നോട്ട്സ് വേണമെങ്കിൽ മിസ് ഇപ്പൊ അഡ്വർബ് പറഞ്ഞില്ല, അതേപോലെ തന്നെയല്ലേ നമ്മൾ ഈ അഡ്ജക്റ്റീവിന്റെയും പറയുന്നല്ലേ, നമ്മളൊരു അത് നൗണിനെ വിശേഷിപ്പിക്കാൻ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവ് നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആഡ്വർബ് എന്താ? വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇത്രയോ? ഓക്കെ, അപ്പോ ഹാമോസിനെ കുറിച്ച് എന്താണ് ഐഡിയ ഉണ്ടോ? ശരി, ഓക്കെ. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എടുക്കാലോ, ആഡ്വർബ് ഫ്രേസ് എടുക്കാലോ. ക്ലാസ് എടുത്തോളൂ കേട്ടോ, ലാസ്റ്റ് വരാം. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഇടക്ക് കയറി ഇങ്ങനെ സംസാരിക്കുന്നില്ല, സംസാരിക്കുന്നത് ശരിയല്ല. ക്ലാസ് എടുക്കുന്ന സമയമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇടക്കൊന്നും വരാത്തില്ല. ക്ലാസ് കണ്ടിന്യൂ ചെയ്തോളൂ. നിങ്ങൾ തന്നെ ചോദിക്ക്, മനസ്സിലായോ, ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾ ടീച്ചറാണ്, ഞാൻ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ക്ലാസ് മാനേജ് ചെയ്യും. ലാസ്റ്റ് വരുമ്പോൾ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, എന്താണ് ഡൗട്ട്സിന് ക്ലിയർ ചെയ്യുക, സോൾവ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ എന്തൊക്കെയാ ചെയ്യുക, അതെല്ലാം നമ്മൾ ചെയ്യും. അപ്പൊ എന്താണ് ആഡ്വർബ് ക്ലിയർ ആയി ശ്രദ്ധിക്കുക. അതിന് ദിവസം ക്ലാസ്സിലേക്ക് പോവാം. പെട്ടെന്ന് ക്ലാസ് തീർക്കാണോ?
ഇത്രയും വെള്ളം ആൽബോമിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്തു കേട്ടോ. ഓക്കെ, ആൽബോം എടുത്ത ടീച്ചേഴ്സ് എവിടെ? ടീച്ചേഴ്സ് റീജു, ഹായ് റീജു. ഞാൻ പോയി പോയി. ഓക്കെ റീജു, എന്തിനാ ടെൻഷൻ? ഇംഗ്ലീഷ് അറിയുന്ന നല്ല പറയണ്ടേ, ഇംഗ്ലീഷ് അറിയാൻ പഠിക്കുകയാണെന്ന് പറയും. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യിക്കും അവരെ കൊണ്ട് കേട്ടോ. ഓക്കെ, ടൈം എടുത്തോളൂ. ഇന്നത്തെ ക്ലാസ് ആൽബോമിന് വേണ്ടി മാത്രം തരും. അത് ഒരു ധൃതിയില്ല, തയ്യെ പോയാൽ മതി. ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ആക്കിട്ട് അടുത്ത ക്ലാസ് എടുത്താൽ മതിയോ? മതി മതി. മതി. ഇത് എക്സസൈസ് ഒന്നും കൂടി ചെയ്ത് ഒന്നുകൂടി മനസ്സിലാക്കാലോ എന്നാ. അതെ അതെ അതെ. എക്സസൈസ് ഡിസ്കസ് ചെയ്യും, ഡിസ്കസ് ചെയ്ത് കുറച്ച് എക്സസൈസ് ഒക്കെ അങ്ങോട്ട് ചെയ്യാം. ഡിസ്കഷൻ ടൈപ്പാണ്. ചിലപ്പോ മനസ്സിലാകാത്തവരുണ്ടാവില്ലേ, അപ്പൊ ഓർക്കൊന്നും കൂടി. അതുകൊണ്ടാ പറയുന്നത് പെട്ടെന്ന് ഒരിക്കലും ക്ലാസ് എടുക്കും ടീച്ചേഴ്സ്. എന്താണ് ഇങ്ങനെ സ്പീഡിലാണ് ക്ലാസ് എടുക്കുന്നത്? ഇങ്ങനെ ഞാനും ക്ലാസ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയും? സ്പീഡ് കൂടി മിസ്സേ, പതുക്കെ പോകും മിസ്സേ എന്ന് പറയും അല്ലേ? ഇതാണ്. അതുകൊണ്ട് നോവല് പോകും, കുറച്ച് എക്സസൈസ് കൊടുക്കാം, അല്ല മിസ്, എന്താന്നറിയാവോ ക്ലാസ്സില് പിന്നെ മിസ് ഗ്രൂപ്പ് തിരിച്ചും തോന്നുന്നു. ഞാൻ അന്ന് ക്ലാസ്സിൽ ഇല്ലേനു. പിന്നെ അപ്പൊ എനക്ക് മിസ് പറഞ്ഞ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. 6 ആളായിട്ടാണ് തോന്നുന്നു ഓരോ ഗ്രൂപ്പ് ആക്കിയത്. പക്ഷെ അത് ഞാൻ അന്ന് ഉണ്ടായിരുന്ന ഓരോരുത്തരുടെ പേര് എഴുതി വെക്കും, എന്നിട്ട് നമ്മള് ഡിസ്കസ് ചെയ്ത് ചെയ്യുവാൻ. ഇത് എനിക്ക് ഗ്രൂപ്പിൽ ആരും 2 ആളെ അരങ്ങാനാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ചെയ്യാന്നുള്ളത്. ബാക്കി ആരും മുന്നോട്ട് വന്നിട്ടില്ല. ആരില്ലാന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ലിസ്റ്റ് ഉണ്ട്, ഞാൻ പറയാം. ആൻസി, നസീറ, മിഥില, പരീസ, ലിൻഷി. ഈ 5 പേരായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ്. മിസ്, ഈ 5 പേര് നൗൺ ഫ്രേസ് നൗൺ ക്ലോസ് എടുക്കാനാ പറഞ്ഞത്. അല്ല, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആഡ്വർബിലോട്ട് പോയത്. അപ്പൊ അവര് തന്നെയാണ് ആഡ്വർബ് പഠിക്കുന്നത്. മാം അന്ന് ജസ്റ്റ് എടുത്ത് നോക്കൂന്ന് പറഞ്ഞത്. പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ആ അഡ്വർബ് കൊടുത്ത ആൾക്കാരെ എടുക്കുന്ന് വിചാരിച്ചു. ആഡ്വർബിന് സെപ്പറേറ്റ് കൊടുത്തില്ലായിരുന്നു. ഇവര് തന്നെ മീൻസ് അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാം പറഞ്ഞു ആഡ്വർബ് എടുക്കാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് അത് ബുദ്ധിമുട്ടാന്ന്. നൗണും നൗൺ ക്ലോസിനും 8 പേര് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ അഡ്വർബിനും സെക്കൻഡ് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്തു. അപ്പൊ നൗണിന്റെ കാര്യം സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് അഡ്വർബ് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാനാ മിസ് പറഞ്ഞേ. ആ അതന്നെ, അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഇത് നോക്കാൻ വന്നത്. കഴിഞ്ഞു. ആയിട്ട് ക്ലാസ് എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഞാൻ ക്ലാസ് എന്താ ചെയ്യാ, എല്ലാവരും ഒന്ന് പറയിപ്പിക്കും. സോ എല്ലാവരും ടീച്ചേഴ്സ് അറിയിച്ചു കോർഡിനേറ്റ് ചെയ്തിട്ട് ഓരോരുത്തരെ വിളിച്ചിരിക്കുക, മനസ്സിലാക്കി പറയാ. കറക്റ്റ് ആണോ നോക്കുക, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. നിങ്ങൾ ആരെങ്കിലും എല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, ഞാനില്ല കേട്ടോ, ഞാൻ ക്ലാസ് മിസ് എനക്ക് കാണുന്ന പത്രമുള്ളൂ, എനക്ക് ബുദ്ധിയൊന്നും ഇല്ലതല്ലേ. എക്സ്പീരിയൻസ് അല്ലേ ലക്ഷ്യ? ഓക്കെ ആണോ ലക്ഷ്യ ഞാൻ പറഞ്ഞത്? ചെയ്യാനോ? ലിൻസി ചെയ്യും. ആദ്യമായിട്ടല്ലേ നോക്കാൻ വേണ്ടി. അങ്ങനെയാണ് ചെയ്യുന്നത്. നോക്കാം, ട്രൈ ചെയ്യാം എന്ന് പറയണം. ഓക്കെ റീജു ചെയ്യണം. ചെയ്യും. ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പോവാണ്. ബാക്കി കോർഡിനേറ്റ് ചെയ്യാം. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ? ബാക്കി എല്ലാവരും ഇവര് പറയുന്ന പോലെ കേൾക്കോട്ടോ. അതുകൊണ്ട് ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും വളർന്നു വരുന്ന ടീച്ചേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, എല്ലാം നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോ കോപ്പറേറ്റ് ചെയ്യാൻ അവരുടെ കൂടെ. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഞാൻ പോയിട്ടില്ല, ഇവിടെ തന്നെ കേട്ട്. പക്ഷെ നിങ്ങൾ ഞാൻ വിട്ടില്ലെന്ന് തോന്നുന്നു. എന്തെല്ലാം കേട്ടോണ്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തോട്ടെ, ഒന്ന് കാണട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇവിടെ കഴിവുണ്ടെന്ന് എല്ലാവർക്കും കഴിവുണ്ട് എന്ന് പുറത്തൊക്കെ ഒത്തിരി ഉള്ളൂ. ഓക്കെ, പിന്നെ പറയാണെങ്കിൽ ഞാൻ പറയാനില്ല. കാരണം നിങ്ങൾ ചെയ്തോ. ഓക്കെ.
മ്യൂട്ടാണ്. അയ്യോ സോറി. ഈ ആഡ്വർബ് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ്, ആഡ്വേർബ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെ വേർഡ്സ് ആണ് വരുന്നതെന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പൊ ആഡ്വർബ് ഓഫ് മാനർ വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയാലും മതി. ആഡ്വർബ്സ് ഓഫ് മാനറിൽ വരുന്നത് ബ്യൂട്ടിഫുള്ളി, ബോൾഡ്ലി, ബ്രേവ്ലി എല്ലാം LY വെച്ച് ആയിരിക്കും മിക്കതും ആഡ്വർബ്. ലാസ്റ്റ് LY വെച്ചിട്ടായിരിക്കും മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത്. ആഡ്വർബ് ഓഫ് മാനറിൽ വരുന്നത് ബ്യൂട്ടിഫുള്ളി, ബോൾഡ്ലി, ബ്രേവ്ലി, കാംലി, കെയർഫുള്ളി, പിന്നെ ഈസിലി. ഞാൻ വേണമെങ്കിൽ അതിന്റെ കുറച്ച് വേർഡ്സ് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞില്ലേ LY വരുന്നതിന്റെ. LY വരുന്നത് ഇപ്പൊ കുറച്ച് റീജ് പറഞ്ഞായിരുന്നു അല്ലേ? ഞാൻ അതിന്റെ തന്നെയാ പറഞ്ഞത്. മോസ്റ്റ്ലി അതില് അങ്ങനത്തെ ആയിരുന്നു. പിന്നെ ആഡ്വർബ് ഓഫ് ടൈം വരുന്നതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത്. മറ്റേത് കഴിഞ്ഞോ നോക്കട്ടെ. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഞാൻ പറയുന്നത്. ഈസിലി, ഹോണസ്റ്റ്ലി, പിന്നെ ജെന്റ്ലി, കൈൻഡ്ലി, പിന്നെ ഒബീഡിയന്റ്ലി, നീറ്റ്ലി. ഇതൊക്കെ ആഡ്വർബ് ഓഫ് മാനർ. അപ്പൊ ഈ വേർഡ് നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു സെന്റൻസിൽ ഈ വേർഡ് ഉണ്ടെങ്കിൽ അത് ആഡ്വർബ് ഓഫ് മാനറിൽ വരുന്നതാണ്. നമുക്ക് ആഡ്വർബ് ഏതെന്നായിരിക്കും അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആഡ്വർബ് ഏതാണെന്നായിരിക്കും ഒരു സെന്റൻസ് ചോദിക്കുന്നത്. അപ്പൊ ഈ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ ആഡ്വർബ് ഓഫ് ടൈം അതിൽ വരുന്നതാണ് ഓൾവേസ്, പിന്നെ ഓൾറെഡി, പിന്നെ ബിഫോർ, ഡെയിലി, പിന്നെ ഏർലിയർ, എവർ, ഫസ്റ്റ്. നമ്പേഴ്സ് ഒക്കെ അതിൽ വരും അല്ലെ, ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെയൊക്കെ. ഇപ്പൊ നിമിഷ് ക്ലാസ് എടുത്തതില് പിന്നെ അവർക്ക് എന്താ മനസ്സിലായെന്നുള്ളത് ഓരോരുത്തരായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ അല്ലെ? ഇതൊന്ന് അവസാനിപ്പിച്ചോട്ടെ. ഇത് ജസ്റ്റ് ഞാൻ ചില വേർഡ്സുകളെ നമ്മള് ഇതൊക്കെ ആഡ്വർബ് ഓഫ് ടൈമിൽ വരുന്നതാണ്. പിന്നെ ആഡ്വർബ് ഓഫ് പ്ലേസിൽ വരുന്നതാണ് എബവ്, എലോങ്, എവേ, ബിലോ, പിന്നെ ഈസ്റ്റ്, നമ്മുടെ ദിക്കുകൾ ഈസ്റ്റ്, വെസ്റ്റ്, അതൊക്കെ ആഡ്വർബ് ഓഫ് പ്ലേസിൽ വരുന്നതാണ്. പിന്നെ ഇൻസൈഡ് വരുന്ന ഔട്ട്സൈഡ് ഉണ്ടാവും. പിന്നെ ഔട്ട്, ഔട്ട്സൈഡ്, സംവെയർ, ദേർ. ഇതൊക്കെ ആഡ്വർബ് ഓഫ് പ്ലേസിൽ വരുന്നതാണ്. ഏകദേശം ഈ വേർഡ്സുകളൊക്കെ നമുക്ക് വെന്ന് പറഞ്ഞ് അല്ല വേർന്ന് പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറുകളായിരിക്കും ആ സെന്റൻസിൽ. ഒരു സെന്റൻസിൽ വേർന്ന് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന വേർഡ് ഇതായിരിക്കും. പിന്നെ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൗ ഓഫൺ അതിൽ വരുന്ന വേർഡുകളാണ് ഈ കോൺസ്റ്റന്റ്ലി, സംടൈംസ്, പിന്നെ നെവർ, എവർ, പിന്നെ വീക്ക്ലി, മന്ത്ലി, ഡെയിലി. ഇതൊക്കെ ഇങ്ങനത്തെ വേർഡുകളൊക്കെ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൗ ഓഫൺ, ഫ്രീക്വൻസി ഓർ ഹൗ ഓഫൺ എന്ന് ഇട്ടാൽ മതി. അപ്പൊ ഇതാണ് ഈ വേർഡ്സുകളാണ് 4 ടൈപ്പ് ഓഫ് ആഡ്വർബ്സ് വരുന്നത്. എനിക്ക് തോന്നുന്നു എക്സാമ്പിൾസ് റീജു എക്സാമ്പിൾസ് പറഞ്ഞോളൂ. ഇനി പോയി അല്ലെങ്കിൽ ഓരോരുത്തർ ടൈപ്പ് ചെയ്താലും മതി അല്ലേ? എക്സാമ്പിൾസ് അറിയുന്നത് ടൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ എക്സാമ്പിൾസ് അവർക്ക് മതി. എല്ലാവർക്കും മനസ്സിലായിന എക്സാമ്പിൾസ്? ഇനി ആവശ്യമുണ്ട് എക്സാമ്പിളിന്റെ? വേണ്ട, എക്സാമ്പിൾസ് ഇപ്പൊ കുറെ ആയല്ലോ. അതെ, മനസ്സിലായില്ല അപ്പൊ അഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്? നാൻസി പറഞ്ഞിട്ട് അഡ്വർബ് എന്നുള്ളത് എന്താന്നുള്ളത്? ആഡ്വർബ് എന്ന് വെച്ചാൽ ഒരു സെന്റൻസിലെ വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ദ അലാറം റാങ് ലൗഡ്ലി. ഈ സെന്റൻസിൽ റാങ് എന്ന് പറയുന്നതാണ് വെർബ്. ആ വെർബായ റാങ്ങിനെ മോഡിഫൈ ചെയ്ത് പറയുന്ന ഒരു വേർഡാണ് ലൗഡ്ലി. അപ്പൊ ഈ സെന്റൻസിൽ ലൗഡ്ലി ആണ് ആഡ്വർബ്. മനസ്സിലായ? അതായത് വെർബായ റാങ്ങിനെ മോഡിഫൈ ചെയ്ത് പറയുന്ന വേർഡിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹരി റാൻ ക്വിക്ലി. ഈ സെന്റൻസിൽ റാൻ ആണ് വെർബ്. അതില് ആഡ്വർബ് എന്ന് പറയുന്നത് ക്വിക്ലി ആണ്. അതായത് റാൻ ആയ വെർബിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ക്വിക്ലി. അപ്പൊ ഈ സെന്റൻസിൽ ആഡ്വർബ് എന്ന് പറയുന്നത് ക്വിക്ലി. അതായത് നമ്മൾ വെർബിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. എനിക്ക് നന്നായിട്ട് പറഞ്ഞിട്ടോ. ഷൈമ ഉണ്ടല്ലോ. ഷൈമ എവിടെ? ഷൈമ പറഞ്ഞാത്ത വിസ്മിയ എല്ലാരും ഇവിടെ ഓരോരുത്തരായിട്ട് പറ എന്താ മനസ്സിലായി എന്നുള്ളത്. ആരും ഇല്ലേ? ആർക്കൊന്നും മനസ്സിലായില്ലേ ഇത്ര നേരം ക്ലാസ് എടുത്തിട്ട്? പറയട്ടോ എല്ലാവരും ആഡ്വർബ് എന്താന്ന്. അതിന് ഓരോരോ എക്സാമ്പിൾസ് ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ? എല്ലാവരും ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു നമ്മുടെ ക്ലാസ് കേട്ടിട്ട്. എനിക്കൊഴികെ വേറെ ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ അറിയാവുന്ന കാര്യം പറയട്ടെ. പറഞ്ഞു. ആഡ്വർബ് എന്ന് വെച്ചാൽ ഒരു വെർബിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് ആഡ്വർബ്. എക്സാമ്പിൾ, ഷീ സ്ലീപ് early. അതില് early ആണ് ആഡ്വർബ്. ശരിയാണോ? ശരിയാണ്. ഓക്കെ, താങ്ക് യു. സ്ലീപ്പ് അവിടെ വേർബ് സ്ലീപ്പ് ആണ്. അപ്പൊ സ്ലീപ്പിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ഏർലി. അപ്പൊ ടൈമിനെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഞാൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നു ആഡ്വർബിന്റെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ് അഡ്ജക്റ്റീവിന്റെ ചെയ്തിരുന്നു. അതില് ഞാൻ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ മോക്ക് ടെസ്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോ എന്റെ ആൻസർ തെറ്റിപ്പോയി. ഇപ്പം ക്ലാസ് എടുത്തിട്ട് എന്തൊക്കെ മനസ്സിലായിനാ? ഇപ്പൊ ക്ലാസ് എടുത്തിട്ട് ഇത്രയും മനസ്സിലായിട്ടുള്ളൂ. ചിലപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇതുമാതിരി അല്ലാന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഇത്ര ഈസി ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. നന്നായിരുന്നു, മനസ്സിലായി. ക്ലാസ് എടുത്തത് എന്താണ്, ആഡ്വർബ് എന്താന്ന് മനസ്സിലായി. പക്ഷെ എക്സാമിന് കുറച്ച് തലതിരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ ടഫ് ആവുമെന്ന് തോന്നുന്നു. അത് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് നേരം ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ മോക്ക് ടെസ്റ്റിന് നമുക്ക് സമയം കിട്ടും. അപ്പൊ ചിലപ്പോൾ നമ്മൾ, എനിക്കും അങ്ങനെ അബദ്ധം പറ്റി, പെട്ടെന്ന് വായിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരും. കുറച്ചൊന്ന് മനസ്സിലാക്കി ടൈം എടുത്തിട്ട് നമ്മൾ പഠിച്ചത് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ട് ആൻസർ ചെയ്യാൻ. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റി. ഞാൻ പെട്ടെന്ന് വായിച്ചാൽ ഇതായിരിക്കും എന്ന് കരുതിയിട്ട് എനിക്കും ഇനിയിപ്പോ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു. നമുക്ക് ട്രൈ ചെയ്ത് മോക്ക് ടെസ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവാ ഇത് തെറ്റിയാലും സാരമില്ല, ഒന്നുകൂടെ അതില് നെക്സ്റ്റ് അത് നമ്മൾ സ്പീഡിൽ അങ്ങ് ചെയ്താളിയും ചിന്തിക്കാണ്ട്. അതാ പറ്റുന്നത്. അപ്പൊ പിന്നെ ഇതൊന്ന് കൺക്ലൂഷൻ ചെയ്യടേ. സമയം 12:18 മിസ് ലാസ്റ്റ് എന്ന് പറയണ്ടേ? ക്ലാസ് കഴിയാറായി. ഇതൊക്കെ എങ്ങനെയാണ്? ഓക്കെ ആണല്ലോ? മിസ്സിനോട് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്നാ മനസ്സിലാകാത്തതുള്ളത് ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ? ലിൻഷിനോട്. ഹി ഡെക്കറേറ്റഡ് ദ ഹൗസ് നൈസ്ലി എന്ന് ഒരു വാക്ക്. അപ്പൊ അതില് ഇപ്പൊ ഈ ഡെക്കറേറ്റഡ് അല്ലേ ഇത് വരുന്നത്? അതില് ഇത് വെർബും പിന്നെ നൈസ്ലി എന്നുള്ളത് ആഡ്വർബ്. അതെ. ഓക്കെ. ഞാൻ കുറച്ച് സെന്റൻസുകൾ പറയാവേ. അതില് നിങ്ങൾക്ക് എന്താ
അതിലെ ആഡ്വേർബ്സുകൾ ഒന്ന് പറയണേ. ദ ചിൽഡ്രൻ പ്ലേഡ് ഹാപ്പിലി ഇൻ ദ പാർക്ക്. ഹാപ്പിലി. ഹാപ്പിലി. അതെ. ഷീ ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ കറക്റ്റ്ലി. 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 ദ ഡോഗ് barks loudly at night. ലൗഡ്ലി. He worked diligently on the project. diligently. അതെ. diligent എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധത അല്ലെങ്കിൽ പരിശ്രമം, ആത്മാർത്ഥമായി എന്നാണ്. ആത്മാർത്ഥമായി അങ്ങനെ. ആത്മാർത്ഥം. അത് തന്നെ. ഉണർന്നിരുന്നു. The birds chirped cheerfully in the trees. The birds chirped cheerfully in the tree. Cheerfully. They arrived late to the party. They arrived late to the party. Arrived late to the party. Late ആണ്. They arrived. Arrived verb ആണ്. അപ്പൊ arrivedനെ ഇത് ചെയ്താണ് late ആണ് ഇവിടെ. Late to the party. She danced gracefully on stage. Gracefully. He apologized sincerely for his mistake. Sincerely. The train arrived right on time. Right. The chef cooked the meal nicely. അല്ല, ഇത് ഇത്രയും പറയാൻ സാധിച്ചെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്നെ കേട്ടതിന് എല്ലാത്തിനും Thank you for the wonderful class. ലിൻഷി നന്നായി ക്ലാസ് എടുത്തു. ഒരു ടെൻഷനും ഉണ്ടായിട്ടാ നല്ലപോലെ നല്ല മനസ്സിലാക്കി തന്നെ തന്നു. താങ്ക് യു. താങ്ക് യു ലിൻഷി. അവിടെ നമ്മളെ ഗ്രൂപ്പിൽ ആകെ 5-6 ആളെ ഉള്ളൂ തോന്നുന്നില്ല. എല്ലാരും പോയി. നമ്മളെ നാട്ടില് പ്രസംഗിക്കാൻ നിന്ന് കഴിഞ്ഞാല് സ്റ്റേജില് ആളുണ്ടാവും, കാണികൾ ആരും ഇല്ലാത്ത പോലത്തെ അവസ്ഥയായിരുന്നു. ഇവിടെ മീറ്റിങ്ങിന് പോവാൻ വേണ്ടി മോളെ ആഹാ. മനസ്സിലായിട്ടുണ്ട്. തങ്കമണീനെ കണ്ടില്ലല്ലോ. ലിൻഷി മിസ്സും പോയാന്ന് മിസ്സേ കാണില്ല. അപ്പൊ അടുത്ത ക്ലാസ് വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വരണേ. ആഡ്വർബ്, ഫ്രേസും പിന്നെ ആഡ്വർബ്. ഇപ്പൊ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അതെ അതെ, മനസ്സിലാവും. ഞാനൊരു അടുത്ത ക്ലാസ് ഡൗട്ട് ആഡ്വർബ്, ചോദിക്കട്ടെ? ഫ്രേസ്. ഓക്കെ, പറഞ്ഞു. ഈ വെന്, വേറെ, ഹൗ മച്ച്, വൈ എന്നൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ അതെങ്ങനെയാണ് ഇതായിട്ട് കണക്ട് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോഴാണോ? ഇല്ല, അത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ ആഡ്വർബ് ഓഫ് ടൈം, ഇപ്പൊ ഒരു സെന്റൻസ് വന്നിട്ട് അതിൽ ആഡ്വർബ് ഓഫ് ടൈം ഏതാന്ന്, അല്ലെങ്കിൽ ആ സെന്റൻസിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ഇത് ഏത് ആഡ്വർബ് ആണ്, ആഡ്വർബ് ഓഫ് ടൈം ആണോ മാനർ ആണോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മിക്കവാറും മിസ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആഡ്വർബ് ഏതാന്ന് മാത്രമേ നമ്മളോട് ചോദിക്കുള്ളൂ എന്നാ ക്വസ്റ്റ്യന്. പക്ഷെ ഇച്ചിരി കൂടിയും നമ്മൾ ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്കത് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ആഡ്വർബ് 4 ടൈപ്പ് ഉണ്ട്. അത് വെൻ, വേർ, ഹൗ, ഓഫൺ, പിന്നെ ഏതാ, ഹൗ, വേർ, വെൻ, ഹൗ, ഓഫൺ. ഹൗ ഓഫൺ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വേർബിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത് നോക്കിയാൽ മതി. ടൈം അത് എപ്പോഴാണെന്നോ എവിടെ വെച്ചിട്ടാണെന്നോ ഹൗ ഓഫൺ ആണെന്നോ അത് ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ ആഡ്വർബ് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. താങ്ക് യു. ഹൗ, വെൻ, വേർ, ഹൗ മച്ച് ഇതിന്റെയൊക്കെ ആൻസർ വരുന്നതാണ് അല്ലേ അഡ്വർബ്സ് വരിക? ഹൗ ആക്ഷൻ പെർഫോംഡ്, വേർ ആക്ഷൻ പെർഫോംഡ്, വെൻ ആക്ഷൻ പെർഫോംഡ്, പിന്നെ ഹൗ ഫ്രീക്വൻസി ആക്ഷൻ പെർഫോം. അത് ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കും. ഇപ്പൊ ഏതെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടി നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ആഡ്വർബ് മാത്രം അറിഞ്ഞാൽ മതി. ലിൻഷി ഇപ്പൊ ഇടയ്ക്ക് 2 എക്സാമ്പിൾ പറഞ്ഞില്ലേ, അത് ട്രെയിൻ അറൈവ്ഡ് അങ്ങനെ എന്തോ അതൊരു എക്സാമ്പിൾ. അവിടെയൊക്കെ വരുമ്പോ ചിലപ്പോ നമുക്ക് കൺഫ്യൂഷൻ വരാം അല്ലേ? അവിടെയൊക്കെ സാധാരണ മറ്റേത് ലൗഡ്ലി, ക്വിക്ക്ലി അങ്ങനെയൊന്നും അല്ല വരുന്നത്. അപ്പൊ അവിടെ അതുപോലത്തെ ഒക്കെ ചോദിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ബാക്കിയൊക്കെ അതെ.
സംടൈംസ്, നെവർ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെവർ നമ്മളെ രാജേഷ് നെവർ സ്മോക്സ്, അതിൽ നെവർ. വേറെ അതിൽ ഇച്ചിരി കൂടി വലിയ സെന്റൻസ് ആണെങ്കിൽ നമ്മൾ നെവർ ആഡ്വർബാന്ന് ചിന്തിക്കത്തില്ല. ആ ട്രെയിനിന്റെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? ഏതാ? ട്രെയിനിന്റെ പറഞ്ഞില്ലേ എക്സാമ്പിൾ പറഞ്ഞേ? ട്രെയിനിന്റെ ട്രെയിനിന്റെ ഒരു എക്സാമ്പിൾ നേരത്തെ ഞാൻ ചോദിച്ചതിലാണ്. അതൊന്ന് പറയോ? ഓക്കെ, ക്ലിയർ ആയോ? ഇനി സപ്പോസ് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാട്ടോ. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ മാനേഴ്സ് ഒക്കെ നോക്കിയിട്ട് മാനേഴ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാനേഴ്സ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കിയിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പോ ലിൻഷി ആൻഡ് റീജു ടീച്ചേഴ്സ് എവിടെ? എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് Students were very good, ma'am. So we escaped. The class was very good. ഒരിക്കലും പറയരുത് അങ്ങനെ. Very good students. ലിൻസി നന്നായി ക്ലാസ് എടുത്തു മിസ്സേ. ലിൻസി നന്നായിട്ട് ക്ലാസ് എടുത്തു. Reju, എന്താ മിസ്സേ? ലിൻഷി ക്ലാസ് എടുത്ത് നോക്കി എനിക്കറിയാം, പക്ഷെ റീജുവിന് എങ്ങനെ തോന്നിയത് പറഞ്ഞു. എനക്ക് നല്ല എക്സ്പീരിയൻസ് ആയി തോന്നി മിസ്സേ. കാരണം എനക്കും കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റി. കാരണം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നന്നായി പഠിക്കണം എന്നുള്ള കാര്യം. മനസ്സിലായല്ലോ ഇതിപ്പോ അല്ലേ? അതെ, നന്നായിട്ട് മനസ്സിലായി. ഓക്കെ, പക്ഷെ നന്നായിട്ട് ക്ലാസ് എടുത്തു കേട്ടോ. ടെൻഷൻ ഉണ്ടെങ്കിലും ടെൻഷൻ ഞാൻ അറിഞ്ഞു എങ്കിലും നന്നായിട്ട് എടുത്തു. കുഴപ്പമില്ല. ഓക്കെ റീജു, ഇത് ഫസ്റ്റ് ടൈം ആണ്, നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാം. ക്യാമറ മുന്നിൽ ആദ്യം കോൺഫിഡന്റ് വന്നിരിക്കും. അടുത്ത തെറ്റാണ്, സെറ്റാക്കാം. ഓക്കെ, എല്ലാവർക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി സ്റ്റുഡൻസ് എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റുഡൻസ് പറയും. സ്റ്റുഡൻസ് മിണ്ടാത്ത സ്റ്റുഡൻസ് ടീച്ചേഴ്സ് നല്ല ചോദിച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ്. കോംപ്ലിമെന്റ്സ്. ടീച്ചേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ മിസ് കേൾക്കുന്നുണ്ട്. താങ്ക് യു. ഒരു എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു മിസ്സേ, ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നു. എല്ലാം അടിപൊളിയായിട്ട് എല്ലാം പറഞ്ഞു. ലിൻസിക്ക് എന്തായാലും നല്ല ഭാവിയുണ്ട്. എല്ലാവരും ടീച്ചേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അവർക്ക് കുറച്ച് മൈൻഡ് ചെയ്യേണ്ടത് മാക്സിമം അവര് എന്താണ് പഠിക്കുക. ഓക്കെ, എന്നാലേ അവര് പഠിക്കും. നിങ്ങൾ പഠിക്കും. അല്ല, നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമ്മൾ കൂടുതൽ അതിന് കുറച്ചും കൂടി തറവാവും. ഇതിന്റെ ഒരിക്കലും മറക്കത്തില്ല. ആഡ്വർബ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയും, ബാക്കി എല്ലാം മറന്നാലും. അതെ, എല്ലാം പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പോർഷൻസ് ഒരിക്കലും മാർക്കില്ല. എല്ലാ ക്ലാസ്സിലും ഞാൻ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യം, മിസ് ഞങ്ങൾ എങ്ങനെയാ എടുക്കുക, ക്ലാസ്സിൽ നിന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ പറയുന്ന ഒരു കാര്യം, മിസ് ഞങ്ങൾ ഈ ചാപ്റ്റർ ഒരിക്കലും മറക്കില്ല എന്ന് പറയും. കാരണം എന്താണ്? പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഈ ആഡ്വർബ് ലിൻഷി പറഞ്ഞ പോലെ ഏത് ഉറക്കത്തിന് വിളിച്ച് ചോദിച്ചാലും ലിൻഷി അത് പറയും. അത്രയും പഠിച്ചു, മനസ്സിലാക്കി പഠിച്ചു, ബൈഹാർട്ട് പഠിച്ചെന്നല്ല പറയുന്നത്, മനസ്സിലാക്കി പഠിക്കുക. ഒരു ടീച്ചർക്ക് വേണ്ട ഒരു കാര്യം അതാണ് കേട്ടോ. നമ്മൾ ബൈഹാർട്ട് പഠിച്ച് ഒരിക്കലും പഠിപ്പിക്കാൻ വേണ്ടി പോകരുത്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്കത് മനസ്സിലാക്കണം അല്ലെ? അവിടെ നമ്മൾ അടങ്ങിയിരിക്കണം. അല്ലാതെ ബൈഹാർട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കാനേ പറ്റില്ല. അതൊക്കെ ഏകദേശം ലിൻഷിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓ, കണ്ടിന്യൂ ചെയ്യാട്ടോ. ഡൗട്ട്സ് ഒക്കെ ചോദിക്കൂ. ലിൻഷി ആൻഡ്രോയിച്ചു നെക്സ്റ്റ് ടൈമില് കുറച്ചുകൂടി എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ചോദിക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക. അവർക്ക് എന്താണ് ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാൻ ഒരു അവസരം കൊടുക്കുക. അതായത് നിങ്ങൾ പഠിപ്പിച്ചത് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുക എല്ലാം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റുഡൻസും ബാക്കി എല്ലാവരും അവരോട് കോപ്പറേറ്റ് ചെയ്യാം. അയ്യോ അവരല്ലേ ചോദിക്കുന്നത്, എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. സോ കോപ്പറേറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്താലാണ് നല്ലത്. നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ട്രെങ്ത് ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിയാം. എന്നാലും ഉള്ളവര് ആക്റ്റീവ്
ആക്റ്റീവ് ആയിട്ടിരിക്കുക ക്ലാസ്സിൽ കേട്ടോ എല്ലാവരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ടെൻഷൻ ഫ്രീ ആയില്ലേ? ഏകദേശം മനസ്സിലായി എങ്ങനെ ഒരു ഐഡിയ കിട്ടിയല്ലോ എല്ലാവർക്കും. അതേപോലെ ക്ലാസ്സിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലാസ് എടുക്കാം. വേറെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ് ചെയ്യാം. ഇഷ്ടമുള്ള പോലെ എന്തുകൊണ്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അതിനുള്ള എല്ലാ ഫ്രീഡം തന്നാണ്. സോ മാക്സിമം അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ക്ലാസ് അവസാനിപ്പിച്ചാലോ? വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് പറയും. ഇന്ന് ക്ലാസ് എടുത്ത അശ്വതി മാമിനും ലിൻഷിക്കും റീജു മാമിനും എല്ലാവർക്കും താങ്ക് യു. ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു, നല്ലോണം മനസ്സിലാക്കാൻ പറ്റി. നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you, ma'am. Thank you. വേണോ? ഇത്രയേ ഉള്ളൂ അല്ലെ? ഇഷ്ടപ്പെട്ടതിന് നമുക്ക് ആ ഒരു ചെറിയ പോലെ വളരെ സന്തോഷമാണ് അല്ലെ. സോ ഞാനും മീറ്റിംഗ് ആണ് കേട്ടോ. ക്ലാസ്സിന് വേണ്ടി ഞാനും ഈഗർലി മീറ്റിംഗ് ആണ്. എനിക്ക് അറിയണം ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ്, രസമാണ് കാണാനായിട്ട്. ഓക്കെ, സോ താങ്ക് യു ഓൾ. See you on next class. Okay, bye to all. Thank you, Miss. Bye. Thank you all. Have a good day. Thank you.